ഹായ് ഗൈസ്, ഞാൻ റിസോർട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടാ. ഗ്രീൻ ടീ റിസോർട്ടാണ് കേട്ടോ ഇത്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണേ. ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തെ ഇതാണ് സംഭവം. ഇത് ആ നിൽക്കണ മാമൻ്റെ പേര് രാമേട്ടൻ എന്നാണ് കേട്ടോ. ഇവിടെ കുറേ ബൈക്കൊക്കെ ഉണ്ട്, ബൈക്കും കാറൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. എന്നിട്ട് ചോദിക്കാം അവരോട് എവിടെയാണ് റൂമെന്ന്. നമ്മൾ മുകളിലേക്ക് കയറി പോവാട്ടാ, നമ്മുടെ റൂമിലേക്ക് കയറി പോവാ. ഞാൻ ഓടിപ്പോണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. 3 സ്വിമ്മിംഗ് പൂളുണ്ട്. പൊളി സ്ഥലം. നിങ്ങൾക്കൊക്കെ ട്രിപ്പിന് പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നാട്ടിലാണ് അതിരപ്പള്ളി. എൻ്റെ റൂം അവിടെയാണ് കേട്ടാ. ഇതാ കണ്ട ഒരു സ്വിമ്മിംഗ് പൂള്. ഞാനാണ് ഓടിപ്പോവാ. ഒരു സ്വിമ്മിംഗ് പൂള് അവിടെ രണ്ടാമത്തെ ഉണ്ട് കേട്ടാ. രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂള് കട്ടിത്തരത്തെ അത് രണ്ടാമത്തെ സ്വിമ്മിംഗ് പൂളാണ്. ഇനി ഒരു സ്വിമ്മിംഗ് പൂളും കൂടി ഉണ്ട്, മൂന്നാമത്തെ സ്വിമ്മിംഗ് പൂള്. അതാണ് മൂന്നാമത്തെ സ്വിമ്മിംഗ് പൂള്. സത്യം പറഞ്ഞാൽ നമുക്ക് 3 സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടാ. കുട്ടികളെ കൊണ്ട് വരാൻ പറ്റിയ നല്ല സ്ഥലമാണിത്. നമുക്ക് ഇവിടെയൊക്കെ വന്ന് ഇവിടെ ഇരിക്കാം. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടാ. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇറങ്ങാം. അത് കണ്ടിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ നേരെ പാർക്കിലേക്ക് കളിക്കാൻ ഓടിപ്പോയതാണ് കേട്ടാ. ഞാൻ പിടിച്ച് കയറണം. ഇതൊക്കെ ദുബായിലെ പാർക്കിലുള്ള ഞാൻ പിടിച്ച് കയറുന്നത്. കുഞ്ഞു കുട്ടികൾക്കുള്ളതാണെങ്കിലും ഞാൻ ഇടയ്ക്കിപ്പോൾ കയറും. എനിക്ക് ഇഷ്ടമാണ് സ്ലൈഡിലൊക്കെ പോകണം, അങ്ങനെ പിടിച്ച് കയറുന്നത്. ഞാനങ്ങനെ കയറി എത്തി. ഇപ്പം ഞാനവിടെ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ ആ സ്ലൈഡിൽ പോവാ. എനിക്ക് എപ്പോഴും ഇഷ്ടം അങ്ങനെ തിരിഞ്ഞ് പോകണ സ്ലൈഡാണ്. ഞാൻ അപ്പം അതിൽ കയറാൻ പോവാം. അതിൽ കയറി ഞാനിപ്പോൾ പോവാൻ പോവാ. ഞാൻ പോയി. അമ്മച്ചി എത്തി. ഇപ്പം ഞാൻ ഊഞ്ഞാലിൽ ഇരിക്കാൻ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ ഊഞ്ഞാലിട്ടാ. നമുക്ക് കുറേ പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും. ഞാൻ അവിടെ ഇരിക്കണം. പൊള്ളിയാണ് കേട്ടോ ഈ റിസോർട്ട്. പൊള്ളി സൂപ്പറായിട്ടുണ്ട് ഇത്. പൊള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇത്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ. നല്ല സുഖം. ഇവിടെ ഇരുന്നില്ല, നല്ല ഭംഗി. അതെ അവിടെ ഞാൻ ഒരു കുളം ഉണ്ട് കേട്ടോ അവിടെ. ഗൈസ്, രാമേട്ടൻ പറഞ്ഞതാണെങ്കിൽ എന്താണെന്നറിയോ? രാമേട്ടൻ പറഞ്ഞു ആ കുളത്തിലൊരു മുതലുണ്ടെന്ന്. അവിടെ മുതലുണ്ട് കേട്ടോ ആ കുളത്തിൽ. ശരിക്കുള്ളത് മുതല. അവിടെയൊക്കെ കാടാണ്. മുകളിലൊക്കെ കാട്ടിന്ന് കയറി വന്നതാ മുതല. മീനൊക്കെ ഉണ്ട് കണ്ട. മീനൊക്കെ കണ്ട. പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റും, പക്ഷെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനൊരു 4 കിലോളം മീനെ പിടിച്ചു അവിടെ ഈ കുളത്തിൽ നിന്ന് തന്നെ. 4 കിലോളം മീനെ പിടിച്ചു. ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കാൻ പോവാ. കയറിപ്പോയിട്ട് അമ്മ വാ നോക്കാം. അമ്മ അവിടെ മീനുണ്ട്. ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചോണ്ട് പോവാൻ കേട്ടാ. ഞാൻ ഓടിപ്പോവാണ് എൻ്റെ റൂമിലേക്ക്. ഇവിടെ കാളാരെ വെച്ചതൊക്കെ ഉണ്ട്. കാട്ടുപോത്ത്. നമ്മുടെ റൂം പൊള്ളിയാണ് കേട്ടോ ഈ സ്ഥലം. നമുക്കൊക്കെ നന്നായിട്ട് നിൽക്കാൻ പറ്റും. നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല സ്ഥലമായത്. ഇവിടെ കുറേ ഫുഡിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ മേടിക്കുന്നുണ്ട്. എൻ്റെ റൂം നമ്പർ 107 ആട്ടാ. നല്ലതാണ്. നല്ല ബെഡാണ്. ഇപ്പം ഞാൻ ദുബായിലാണ്. അത് നാട്ടിലെ വീടായിരുന്നു. ഞാൻ ഇപ്പം എൻ്റെ റൂമിൽ കയറി. ഇപ്പം ഞാൻ ആ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഹെൽമെറ്റൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ടി വി, റിമോട്ട്, വെള്ളം എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. കബോർഡ്, ബാത്റൂം. ഞാനാണ് കേട്ടത്. ഞാൻ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ടി വി ഓണാക്കി അമ്മ. ടി വിയിൽ കുറേ ഫോട്ടോസൊക്കെ കട്ടുണ്ട്. ഞാനിങ്ങനെ താഴത്തേക്ക് ഓടിപ്പോവാ. അതേ ഒരു അച്ചാച്ച അവിടെ നടന്നു പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ അവിടെ നിൽക്കും. ഞാനാണെങ്കിൽ ഞാൻ അവിടെ നല്ല സ്ഥലമാണ്. ഞങ്ങൾ രാമേട്ടൻ്റെ കൂടെ ഞങ്ങൾ പുഴത്തിൻ്റെ അവിടേക്ക് പോവാട്ടാ. ഇവിടെ കുറേ ആനകളും മാനും ഒക്കെ ഉണ്ട്. സോ നമ്മൾ രാത്രി ഇവിടെ ഇറങ്ങുമ്പോൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം. ആനയൊക്കെ വരും രാത്രി. ഒരു മഞ്ഞക്കൊമ്പൻ ഉണ്ടായിരുന്നു. മഞ്ഞക്കൊമ്പൻ ചത്തുപോയി. ഞാൻ രാമേട്ടൻ്റെ കൂടെ പോവാ. അതാണ് രാമേട്ടൻ കേട്ടാ മുന്നിൽ പോണത്. ഞാൻ ആളെ കൂടെ പോവാണ് വെള്ളത്തിൻ്റെ അവിടേക്ക്. ഇവിടെ ആനയൊക്കെ ഉണ്ട്. നീന്താൻ പോവാണ് ഞാൻ വെള്ളത്തിൽ. അവിടെ കുറേ പനകളൊക്കെ വീണ് കിടക്കുന്ന കണ്ടാ. അതൊക്കെ ആന ഇടിച്ചിട്ടാ ആ പനകളൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ വീണ് കിടക്കണത്. ഞാൻ പോയിക്കൊണ്ടേയിരിക്കട്ടാ. പോയി കുറേ നേരമായി.
നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നടന്ന് കുറേ നടക്കണം. നടന്ന് ഇപ്പോൾ സ്ഥലത്തിട്ടാ, നല്ല സ്ഥലത്ത്, പൊളി സ്ഥലം. ഇവിടെ നമുക്കൊക്കെ ഇരുന്ന് വേണമെങ്കിൽ കുളിക്കല്ല, നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ നല്ല സ്ഥലമാണ്. അവിടെ വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇരിക്കാം. അങ്ങനെ ഫുൾ സെറ്റപ്പാണ്, നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഇരിക്കട്ടാ. നല്ല ഭംഗിയില്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വെള്ളത്തിലൊന്നും പാരൻസ് ഇല്ലാണ്ടൊന്നും പോകരുത് കുഞ്ഞു കുട്ടികൾ. കാരണം വെള്ളത്തിലെങ്ങാനും ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നല്ല ഒഴുക്കുള്ള വെള്ളമാണ്, മുങ്ങിപ്പോവും. പാരൻസിൻ്റെ കൂടെ മാത്രം വരണം, അച്ഛനമ്മേനും കൂടെ വരണം. ഞങ്ങൾ പോവാണ്. അവിടെ കുറേ കല്ലൊക്കെ ഉണ്ട്, വരുമ്പോൾ ഷൂസ് ഇടണം, ഇല്ലെങ്കിൽ കല്ലും മുള്ളൊക്കെ ഉണ്ട് അവിടെ, അതൊക്കെ കാലിൽ കയറും. ഞാൻ ഷൂ ഇട്ടിട്ടുണ്ട്. ഞാൻ നടന്ന് പോവാ. ആ മല കണ്ണുണ്ട്, അവിടെയാണ് ആണുങ്ങളൊക്കെ താമസിക്കുന്നത്. രാത്രി അവർ വരും ഇങ്ങോട്ട്, ആനകൾ. എന്നിട്ട് ഇവിടുത്തെ പനൊക്കെ മുറിച്ച് ഇടിച്ചൊക്കെ ഇട്ടും. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഊഞ്ഞാൽ പോലെ സംഭവം കണ്ടിട്ടാ. അപ്പം രാമേട്ടൻ ഊഞ്ഞാലിൽ എങ്ങനെ ഇരിക്കാമെന്ന് കാട്ടിത്തരാണ്. ഞാനിപ്പോൾ വെള്ളത്തിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കട്ടെ. നല്ല രസമുണ്ട് കുളിക്കാനായിട്ട്. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വെള്ളത്തിൽ. നല്ല സുഖമുണ്ടായിരുന്നു വെള്ളത്തിൽ കുളിക്കാനായിട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതേ കുളമാണ് കേട്ടാ, നമ്മുടെ കുളമാണ്. എല്ലാവരും നിൽക്കുന്നുണ്ട് അവിടെ. ഇപ്പം ഞാനൊരു മീനെ പിടിക്കാൻ പോകട്ടെ. ഞാനൊരു രാമേട്ടനോടെ മീനെ പിടിക്കരുത്. നല്ലൊരു 4 കിലോളം മീനെ കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അത് തന്നെ സംഭവം കിട്ടും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, എനിക്കറിയില്ല. കിട്ടുമെന്ന് തോന്നണ്. കിട്ടും 4 കിലോളം മീൻ തന്നെ കിട്ടും. രാമേട്ടൻ ഞാനും കൂടി ഒരു ചപ്പാത്തിയുടെ മാവ് എടുത്ത് എറിയുന്നുണ്ട് വെള്ളത്തേക്ക്. മീനെ കിട്ടുമോ അറിയില്ല. എന്തായാലും ഞാൻ ഇട്ടുവെക്കാം. രാമേട്ടൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇനി വലിക്കണം. ഇതൊരു 4 കിലോളം മീനെ കിട്ടും കേട്ടോ. 4 കിലോ ശരിക്കും വേണ്ട, എന്നെ വിശ്വസിച്ചില്ലേ വേണ്ട. ഇപ്പം കണ്ടോ, 4 കിലോളം കിടുക്കാച്ചി മീനെ കിട്ടും. ഇപ്പം തന്നെ 4 കിലോ നല്ല കിടുക്കാച്ചി മീനും കിട്ടും. പൊളി കണ്ടിട്ട ഈ സ്ഥലം. നല്ല മീനുകളൊക്കെ ഉണ്ട്. നമ്മൾ ചൂണ്ടയിട്ട് അപ്പം കയറി പിടിക്കും. അങ്ങനെയാ, കുറേ മീനുകളൊക്കെ ഉണ്ട്. എന്തൊരു മീൻ പിടിച്ചിട്ടാ, എന്തൊരു മീൻ പിടിച്ച്. ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 4 കിലോയുള്ള മീൻ കിട്ടണം, അതാണ് എൻ്റെ ലക്ഷ്യം. അതെൻ്റെ ലക്ഷ്യം. ഇട്ടോ കിട്ടും. കിട്ടിയാ? ഇല്ല, കിട്ടിയില്ല. നോക്കാം. എന്തായാലും കിട്ടണം. എന്തായാലും കിട്ടിയിട്ട് ഞാൻ തിരിച്ച് പോകത്തുള്ളൂ. കിട്ടടാ, ഇതെന്താ കുറേ നേരമായില്ല. പെട്ടെന്ന് ചൂണ്ടയിൽ പിടിക്കും മീനെ. ഞാൻ ഫുഡ് വരെ ഇട്ടിട്ടില്ലേ, ഒന്ന് പിടിച്ചൂടെ ചൂണ്ടയിൽ? ചൂണ്ടയിൽ പിടിക്കും മീനെ ഒന്ന് പിടിക്ക്. പിടിച്ചു മീനെ പിടിച്ചു. 4 കിലോളം മീനെ കിട്ടി ഗൈസ്. 4 കിലോളം മീനെ തന്നെ കിട്ടി. വലിച്ച് ഞാൻ വലിച്ച് കഷ്ടപ്പെട്ടാണ്. രാമേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യണ്ടിട്ടാ വലിക്കാൻ. വലിക്ക്. പോരട്ടെ. ഞാൻ വലിച്ച് ഫുള്ള് വലിക്കാണ്, എന്നാലും മീനെ കിട്ടുള്ളൂ കറക്റ്റ്. ഗൈസ് 4 കിലോളം കിട്ടി. 4 കിലോളം മീനെ കിട്ടി. 4 കിലോളം മീനെ കിട്ടി. 4 കിലോളം സാധനം നമ്മൾ കാണുന്നത്. കിടുക്കാച്ചി മീനാണ് 4 കിലോ ഉള്ളത്. കിടുക്കാച്ചിയാണ് ഇത്. 4 കിലോ ആണ്. നല്ല പൊള്ളി മീനാണ് കേട്ടാ കാണുന്നത്. യെസ്, ഞാൻ അങ്ങനെ പിടിച്ച് ഒരു മീനിനെ കിട്ടി. 4 കിലോ. പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടാ, അതാണ്. ഞാൻ ഇപ്പം എൻ്റെ കയ്യിലിങ്ങനെ പിടിക്കാനിട്ടാ. നല്ല 4 കിലോയുള്ള മീന, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റുള്ള സാധനം. ഇപ്പം എൻ്റെ കൈ ഞാൻ ചാടിപ്പോയില്ല. ഞാൻ ഇപ്പം ഇങ്ങനെ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കായിരിക്കും. കടയുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടാ, നമുക്ക് ഇരിക്കാം. അതേ കണ്ട, ഇതാണ് റൂം, നമ്മുടെ റൂം. നല്ല ഭംഗിയുണ്ട് കേട്ടാ. യെസ്, കുറേ സാധനങ്ങളുണ്ട്, നല്ല മസിലൊക്കെ ഉണ്ട് കേട്ടാ. ജിമ്മുണ്ട് അവിടെ, ജിമ്മുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞാൻ കാട്ടിത്തരാം കേട്ടാ ജിമ്മ്. ഇവിടെ പോയിട്ട് ഞാൻ ജിമ്മിലുണ്ട് കേട്ടാ. ഞാൻ ജിമ്മിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ കാട്ടിത്തരാം. ഞാൻ ജിമ്മിലുണ്ട്. ഞാൻ ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എക്സസൈസ് ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട് എക്സസൈസ്. ഇതാണ് സ്ഥലം. ബായ് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ.